ഇന്നലെ ആ വാർത്ത കേട്ട് എല്ലാവരും അമ്പരന്നു പോയി. ഒരു മകൻ ഉമ്മായെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. കാരണമൊന്നും കാണുന്നില്ല. അവൻ ലഹരിക്കടിമയായിരുന്നു. അയൽ വീട്ടിൽ നിന്ന് കത്തിക്കൊണ്ടുവരുന്നു. കട്ടിലിൽ കിടക്കുന്ന ഉമ്മായെ വെട്ടുന്നു. മുസ്ലിമായി വളർന്ന ആ ചെറുപ്പക്കാരൻ യഥാർത്ഥ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവൻ ചെറുപ്പത്തിലെ പഠിക്കുന്നുണ്ട്, എല്ലാവിധ ലഹരിയും നിഷിദ്ധമാണ്. ഉമ്മായുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. ആ ഉമ്മായോടും വാപ്പായോടും എന്ന് പോലും പറയരുത് എന്ന്. പിന്നെ എന്താണ് സംഭവിച്ചത്? മതത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് ഇവൻ അകലുകയാണ്. സ്വതന്ത്രവാദവും ലിബറൽ ചിന്തയും അവനിൽ കുടികേറുകയാണ്. എന്താണ് ലിബറൽ ചിന്ത? ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ജീവിതം വളരെ ചുരുക്കമാണ്. അത് ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കേണ്ട ജീവിതമല്ല. നമുക്ക് സുഖിക്കണം, നമുക്ക് സന്തോഷിക്കണം, നമുക്ക് ആഹ്ലാദിക്കണം. ഇതെന്റെ അവകാശം, ഇതെന്റെ സ്വാതന്ത്ര്യം. ഞാൻ ലഹരി ഉപയോഗിക്കും, അത് ചോദിക്കാൻ ആരും ഉണ്ടാകരുത്. അതെന്റെ സുഖമാണ്. ഈ ഒരു ലിബറൽ ചിന്ത, ഈ ഒരു പുരോഗമന ചിന്ത അവനിൽ ഉണ്ടായിത്തീരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമനവാദി എന്ന് പറയുന്ന മൈത്രൻ പറയുകയാണ്, ഒന്ന്, താങ്കൾ കഞ്ചാവ് തെറ്റല്ല എന്ന് പറഞ്ഞു. തെറ്റല്ല. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. കേരളത്തിന് വേണ്ടത് ഒരു നല്ല മദ്യ സംസ്കാരം. ലഹരി ഉപയോഗിക്കുന്നതും അതുകൊണ്ട് ആസ്വദിക്കുന്നതും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്നും അതവന്റെ അവകാശമാണെന്നും അതിൽ മറ്റൊരുവൻ തലയിടേണ്ടതില്ല എന്നുമുള്ള ഈ പുരോഗമനവാദമാണ് ആ വ്യക്തിയിൽ കുടിയേറിയിട്ടുള്ളത്. മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ പോലീസിന് മൊഴി നൽകുകയാണ്. എന്തിനായിരുന്നു എന്റെ അമ്മയെ ഞാൻ വെട്ടി കൊലപ്പെടുത്തിയത്? എന്റെ അമ്മ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയെ വെട്ടിക്കൊന്നത് എന്ന്. ഈ ആശയവും പഠിപ്പിക്കുന്നത് ഇവിടെ ആരാണ്? പുരോഗമനവാദികളാകുന്ന ലിബറലിസ്റ്റുകൾ. അവർ പറയുന്നു, ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യണമെങ്കിലും അതവന്റെ കൺസെന്റ് മൂലമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിം കുട്ടികളുടെ ചേലാക്രമം അവരുടെ സമ്മതം മൂലമല്ല, അതുകൊണ്ട് അത് നിരോധിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് വരെ കയറിയ നാസ്തികരുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇവൻ സ്വതന്ത്രമായി ചിന്തിക്കുകയാണ്, എൻ്റെ ഉമ്മ എന്നെ ജനിപ്പിക്കണമെങ്കിൽ എൻ്റെ സമ്മതം ചോദിക്കണമായിരുന്നല്ലോ. എൻ്റെ അവകാശമല്ലേ എൻ്റെ ജനനം. അതുകൊണ്ട് എൻ്റെ സമ്മതം ചോദിക്കാതെ, എൻ്റെ കൺസെന്റ് ചോദിക്കാതെ എന്നെ ജനിപ്പിച്ച അമ്മക്ക് ഈ ശിക്ഷക്ക് അർഹതയുണ്ടെന്ന് അവൻ്റെ സ്വതന്ത്ര ചിന്തയിൽ ചിന്തിക്കുന്നു. തീർത്തും ഈ ചിന്തയുടെ അടിസ്ഥാനം നവനാസ്തികരും പുരോഗമനവാദികളും ഉന്നയിക്കുന്ന കൺസെന്റ് എന്ന ആശയത്തിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ കുടിയേറിയിട്ടുള്ളത് നാസ്തിക ലിബറൽ ഭൗതികവാദമാണ്. എന്താണ് ഭൗതികവാദം? ഇവിടെ ഉണ്ടാകുന്ന എല്ലാ വസ്തുക്കളും യാന്ത്രികമായി ചില രാസപ്രവർത്തനം മൂലം മാത്രം ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന മറ്റൊരു വസ്തുവിന് ഈ ഉണ്ടാകാൻ കാരണമായ വസ്തുവിനോട് ഒരു ബാധ്യതയോ റെസ്പെക്റ്റോ ബഹുമാനമോ ആദരവോ ഒന്നും ഭൗതികവാദത്തിൽ നൽകേണ്ടതില്ല. ഉദാഹരണം പറയാം, ഒരു വാഴയിൽ നിന്ന് മുളച്ചു പൊന്തിയ മറ്റൊരു വാഴ. ഈ രണ്ടാമത്തെ വാഴയ്ക്ക് ഒന്നാമത്തെ വാഴയോട് ഞാൻ ഉണ്ടാകാൻ കാരണം ഈ ഒന്നാമത്തെ വാഴയാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടോ? ഒരു അമ്മയിൽ നിന്ന് ഒരു മകൻ ഉണ്ടാകുക എന്നുള്ളത് താനുണ്ടാകാൻ കാരണമായ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് അമ്മ. അത്രമാത്രമേ ഭൗതികവാദത്തിൽ അമ്മക്കുള്ള സ്ഥാനമുള്ളൂ. ആ അമ്മയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം, ആ അമ്മയെ ഞാൻ ബഹുമാനിക്കണം, ആ അമ്മയെ എല്ലാവിധ ആദരവോടെയും ഞാൻ കാണണം എന്ന ഒരു കൺസെപ്റ്റേ ഭൗതികവാദത്തിലില്ല.